ചിത്തം നിശാചാരാധീശ്വരൻ പറഞ്ഞതിനുത്തരം സാരഥി സത്വരം ചൊല്ലിനാൻ. രാമനെ സ്നേഹമുണ്ടായിട്ടുമല്ലമേൽ സ്വാമിയെ ദേഷ്യമുണ്ടായിട്ടുമല്ലമേ. രാമനോടേറ്റു കുട്ടൂസൻ മായാവിയുടെ ബാലിനാൽ ചുറ്റപ്പെട്ടകപ്പെട്ടൊരുമ്പെട്ടു പോകവേ രാജുവും രാധയും കൂടി മരത്തിനകത്തിരുന്നു ചിരിച്ചുകൊണ്ട്. എന്തായി വായിക്കണേ? ഇതാരെ ഇത്? ഈ രാമായണത്തിനൊക്കെ ബാലരമ കൊണ്ടു വെച്ചേക്കണേ. പണ്ടാരം ആ വായിക്കാനുള്ള മൂടും പോയി. ഇനി കുറച്ചേരം കരയല്ലേ. നന്നായിട്ട് കുടുംബം നോക്കുന്ന ഒരാളായിരുന്നു കിടക്കുന്നത്. താൻ എന്ത് വർത്താനം പറയണത്? തന്റെ വർത്താനം കേട്ടാത്തൊന്നും ഞങ്ങളാരും കുടുംബം നോക്കാത്ത പോലെയാണല്ലോ. താനെന്ത് കുടുംബം നോക്കിട്ടാ? താൻ രാവിലെ പഠിക്കുന്നു പറഞ്ഞ് പോയിട്ട് അന്ത്യാകുമ്പോ വീട്ടിൽ കയറി വരും. ഇത് അതുപോലെയാണോ? പിന്നെ ഒരു മണിക്ക് പോകാതെ വീട്ടിൽ നിന്ന് കുടുംബം നോക്കുന്ന ആളാണ്. വേണ്ടോ തലക്കൊന്നും ഇവിടെ ഈ ലോകം മുഴുവൻ കൊണ്ടുനടക്ക്. ഞാനതല്ല ഉദ്ദേശം. കുറെ ഉപ്പ് വാരി തേക്കാം. ഇതെന്ത് കാര്യത്തിന്? ചീഞ്ഞു പോകും ഇങ്ങനെ നേരത്തോട് നേരെ എത്തിയിട്ടുണ്ട്. അതല്ലേ പോസ്റ്റ്മോർട്ടം എന്താണ് പറഞ്ഞത്? അവൻ എന്താ പറയാൻ പാടില്ലാത്തത്? എന്ത് പോസ്റ്റ്മോർട്ടം? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ കേസാണ് ഈ പറയണത്. അതല്ല പിന്നെ ഇതാന്ന് പറഞ്ഞിട്ടല്ല, പറയാതെ നമ്മൾ നോക്കുക. പോയാൽ ശരിയാവൂലട്ടാ. അതേ ജയിപ്പിക്കണ്ടേ? ജയിപ്പിക്കാൻ നേരത്ത് സൂക്ഷിക്കണം. എന്താണ് ദഹനക്കേടിന്റെ അസുഖമുള്ള സാധനം. അല്ല ദഹനക്കേട് വലിയ പ്രശ്നമാണ്. അതല്ലേ പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു സിനിമ കാണാൻ പോയി. മറ്റേ രാവണൻ സിനിമയില്ലേ, അത് കാണാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇതേപോലെ അവിടെ നിന്ന് ഫുഡ് മേടിച്ച് എങ്ങനെയുണ്ട് രാവണൻ? എങ്ങനെയുണ്ട്? സത്യം പറയാലോ ഭയങ്കര അറേഞ്ച്മെന്റ്സ് ആണ് അതിന്റെ. അതല്ലേ അതായത് വിക്രമനെ കാണിക്കാൻ വിക്രമനാ എന്താ വിക്രം വിക്രം അവനൊക്കെ ഭയങ്കര റൊട്ടേറ്റിംഗ് ക്യാമറയുടെ സ്റ്റൈലും മറ്റേ പുള്ളിയൊക്കെ കൊള്ളാം. നമ്മുടെ കാണാൻ പറ്റിയില്ല. ആരുടെ കാര്യം പറയണേ? എന്താ നിങ്ങൾ പറയണേ? ഇവിടെ മരിച്ച സംഭവമാണിത്. ചക്കവയലിൽ വീട് മരിച്ച മനുഷ്യനാണ്. ഇത് എങ്ങനെ മരിച്ചത് അറിയില്ലേ? ചക്ക തലയിൽ വീണ് ചെതറിപ്പോയില്ലേ? തലച്ചോറ തലച്ചോറല്ല, ചക്ക. ഒറ്റ കുരു പോലും ഒരു ചുള പോലും കിട്ടില്ലെന്നുള്ളതാണ് സത്യം. അപ്പൊ തന്നെ സ്പോട്ടിൽ ആട് സ്പോട്ടിൽ തട്ടിപ്പോയി. അവിടെ വെച്ച് തീർന്നുപോയി. അതേ കുളിപ്പിച്ചാല എന്താണ് മരിക്കണേക്കുമ്പോ ജലദോഷം ഉണ്ടായ മനുഷ്യനാ. അയ്യോ എന്നാ വേണ്ട, പനി ഓടി നടക്കണം. ദൈവമേ, മോനെ അറിയിച്ചാ? മകനെ അറിയിച്ചാ? വന്നിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇങ്ങനെ ഇട്ടേക്കണല്ലേ? അതാണ് ഇങ്ങനെ ഇത് നോക്കിയത്. ഇവൻ ആദ്യം നിന്നുറങ്ങി, പിന്നെ ഇരുന്നുറങ്ങി, ഇതേ കിടന്നുറങ്ങണ്. ഇതെന്താണിത്? മരിച്ചു കിടക്കുമ്പോഴേക്കും ആ മനുഷ്യന് ഇത്തിരി സ്വസ്ഥ കൊടുക്കും. ഇങ്ങോട്ട് മാറി. അല്ല അവനെ കുറ്റം പറയാൻ പറ്റില്ല. ചാകണേക്ക് മുമ്പ് ഇങ്ങനെ നോക്കി കുറെ നേരം നോക്കിക്കൊണ്ടിരുന്നേച്ചാണ് പിന്നെ ചാകും. അതിന്റെ ഒരു ക്ഷീണമാണ് കാണിക്കുന്നത്. ശരിയാണ് ശരിയാണ്. മോനാണ്. അല്ല അവനെന്താ അങ്ങനെ പോയി നിന്ന് പറയണത്? അച്ഛന്റെ മുമ്പിൽ പണ്ട് മുതലേ വന്ന് നിൽക്കാനുള്ള ഒരു പേടിയുണ്ട്. അതാണ് ഫോട്ടോ എടുത്തിട്ട് അവിടെ പോയി അത് നോക്കിന്ന് പറയണത്. അതാണ് പിടിച്ചു നിക്ക്. നിങ്ങൾ ഈ പരിസരത്തുള്ള ആൾക്കാർ തന്നെയാ. ലോക്കൽ എന്റെ അച്ഛൻ മരിച്ചിറങ്ങി വന്നിരുന്നത് കരയണ അല്ലേ? ഞാൻ മരുഭൂമി കിടന്ന് കഷ്ടപ്പെട്ട് ലക്ഷങ്ങൾ സമ്പാദിക്കുമ്പോ എന്റെ അച്ഛൻ മരിച്ചു കിടക്കുമ്പോ വൃത്തികെട്ട അണ്ടര അടകോടൊക്കെയാണ് ഇവിടെ വന്ന് കരയണ. ഒറ്റണം വേണ്ടി പോലും ഇനി വാ വിളിച്ച മറ്റൊരു ശവം കൂടി ഇവിടെ വീഴും. മിണ്ടരുത് ഒറ്റണം. നീ ആരാ? ഹലോ അമ്മാവാ. ഹലോ 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 അമ്മാവാ. അമ്മാവാ അച്ഛൻ മരിച്ചുപോയ അമ്മ. ഹലോ ഹലോ. മനസ്സമാധാനം കരയാന്ന് വെച്ചാൽ റേഞ്ചും കിട്ടും. നിങ്ങളൊക്കെ എന്താ ഇവിടെ കിടന്ന് കാട്ടിക്കൂടുന്നുണ്ട്? നിങ്ങളൊക്കെ ഇവിടെ കിടന്ന് കാട്ടിക്കൂടുന്നുണ്ട്? ഞങ്ങളിത് ഇങ്ങനെ മരിച്ചപ്പോ വന്നതല്ലേ ഞങ്ങളല്ല. ഇങ്ങനെയാണ് കിടന്ന് കരയണം. ദയവേത് നിങ്ങൾ ഇവിടെ കിടന്ന് വാ വിളിക്കണ്ട. നിങ്ങൾ ഇനി കരയാൻ വേണ്ട ഒരു വെള്ളം നിങ്ങൾ ഉണ്ടാക്കണ്ട. ഞാൻ കരയാനായിട്ട് അന്തസ്സുള്ള കാശ് കൊടുത്ത് സമൂഹത്തിൽ നിലയും വിലയുള്ള ആളെയാണെന്നാണ്. ആണോ? അപ്പൊ ഞങ്ങൾ ആരും ഒന്നുമല്ല. നിങ്ങളൊന്നുമല്ല.
കാരണം അതുപോലെ നിലവിലുള്ള ആള് വന്നിരുന്ന് കരഞ്ഞാല് പത്രത്തിനും ടിവിയിലൊക്കെ വരുള്ളൂ. അങ്ങനെ പറയുമ്പോഴാണ് അവന്റെ അച്ഛൻ മരിച്ചെന്ന് 10 പേര് അറിയുമ്പോ അങ്ങനെയാണ് അറിയിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? നിലവിലുള്ളവർ വന്നിരുന്ന് കരയണം. കാരണം നിങ്ങൾ ഇങ്ങനെ എന്നൊന്നും വരൊന്നും വേണ്ട, ആരും നിൽക്കും വേണ്ട, അതിനോടത്തോളം സന്തോഷമുണ്ട്. ഞങ്ങളുടെ ആവശ്യമില്ല. ഒരു ആവശ്യമില്ല. അനങ്ങിപ്പോഴും നിലവിളക്കിന്റെ ഒരു കരിവിളക്ക് അത്യാവശ്യം. അല്ല പിന്നെ എനിക്കറിയാം അങ്ങനെ കരയിക്കണമെന്ന് അന്തസ്സായിട്ട്. കേട്ടാ അണ്ണാച്ചി വാ. പാടാൻ നിനക്കൊരു പാട്ടു തന്നെങ്കിലും പാടാത്ത ഇതാണ് ആള് അല്ലേ? അതെ അതെ അതെ. ആരാ എന്റെ പ്രൊഡ്യൂസർ? ഈ കിടക്കണത് എന്റെ പ്രൊഡ്യൂസർ. ഞാൻ അതല്ല ചോദിച്ചത്, സ്ക്രിപ്റ്റ് ഉണ്ടോ ഇത്? സ്ക്രിപ്റ്റ് ഇല്ല, ഇതിന് അൾസർ ഉണ്ടായിരുന്നു. ഞാൻ ചോദിച്ചത് കരയാനായിട്ട് ഒരു സ്ക്രിപ്റ്റ് ഇല്ലേ, അതാണ് ചോദിച്ചത്. അതിന് സ്ക്രിപ്റ്റ് ഒന്നുമില്ല, അത് അണ്ണാച്ചിക്ക് തോന്നുന്ന പോലെ അങ്ങോട്ട് കരഞ്ഞാ തോന്നുന്ന പോലെ ചെയ്ത് മതി, വേറെ കുഴപ്പമൊന്നുമില്ലല്ലേ? അത് മതി. എല്ലാവരും റെഡി അല്ലേ? എല്ലാവരും ready ആ. തുടങ്ങിക്കോട്ടെ, തുടങ്ങിക്കോട്ടെ. കരഞ്ഞോ. അല്ല ഇത് കരയാണോ ചിരിക്കുവാണോ? കരയാണോ ചിരിക്കുവാണോ? ഞാൻ കരഞ്ഞതാ. ആണോ? കരഞ്ഞാലും ചിരിച്ചാലും ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. എന്റെ അണ്ണാച്ചി അങ്ങനെ കരഞ്ഞാ പോരെ, ഇത് 10-25 ലക്ഷം ആൾക്കാർ കാണാനുള്ളതാ. അണ്ണാച്ചി വെറൈറ്റി ആയിട്ട് വെറൈറ്റി ആയിട്ട് ശരി അല്ലേ? ഓക്കെ ഓക്കെ ശരി. ഏതാണ്ട് പണ്ടത്തെ കൽക്കരി വണ്ടി പോണ പോലെ ഉണ്ട്. എന്റെ അണ്ണാച്ചി കരയാനാ പറഞ്ഞത്. ഞാൻ കരഞ്ഞാലും ചിരിക്കാനും ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? എനിക്കറിയാൻ പാടില്ല, എന്തെങ്കിലും ചെയ്ത് കരയിച്ചാ മതി. ഇപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എന്റെ ശരീരമൊക്കെ കാണാറുണ്ടോ? എനിക്കതിന് നേരമൊന്നും. ഇതാരാ ഇത്? അതെന്റെ പെങ്ങളാണ്. പെങ്ങളാണ്, സിസ്റ്ററാണ്. അതെ അതെ. അപ്പൊ ഞാൻ ഈ സരിഗമയിലെ ചില ചോദ്യങ്ങളിലൊക്കെ ചോദിക്കാം. നല്ല ശരിയായിട്ട് അടിപൊളി അടിപൊളി പേരാ. ആണല്ലേ? പിന്നെ കനകധാര. കനകധാരിയോ? ഇതൊരു ലോട്ടറിയുടെ പേരല്ലേ? ആ അച്ഛൻ അറിയാതെ അമ്മക്ക് കിട്ടി ലോട്ടറിയാണ് അവള്. ഓ അപ്പൊ കനകധാരയോട് ഞാൻ ചില ചോദ്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. ശരിയായിട്ട് ഉത്തരം പറഞ്ഞു കേട്ടോ, പറഞ്ഞാലേ ചെക്ക് തരുന്നതാണ്. ഓക്കെ. പൂമുഖവാതുക്കൽ സ്നേഹം വിടർത്തുന്ന ഡാഷ് ആകുന്നു ഭാര്യ. ഓപ്ഷൻസ് ഉണ്ട്. എ പൂന്തിങ്കൾ, ബി പൂച്ചൊവ്വ, സി പൂബുധൻ. പൂച്ചൊവ്വ അതെ ശരിയാണോ? തീർച്ചയായിട്ടും ഉറപ്പാണ്? തീർച്ചയായിട്ടും. കാരണം എനിക്ക് ചൊവ്വാദോഷം ഉണ്ടേ, അതുകൊണ്ടാണ്. അതെ. നല്ല ബെസ്റ്റ് സിസ്റ്റർ. കൊള്ളാം കേട്ടോ. 1000 രൂപ വണ്ടിച്ചക്കായിട്ട് നൽകിയിരിക്കുക. വണ്ടിച്ചക്കോ? അതെന്താ? അതാണ് ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത. എന്റെ അണ്ണാച്ചി ഒന്ന് കരയാൻ എങ്ങനെയെങ്കിലും. ഓ നിങ്ങളുടെ ഒരു പ്രോഗ്രാം ഇല്ലേ, കറക്റ്റ് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ടൂർ കൊണ്ടുപോകുന്നത്? ഞങ്ങൾ എത്തരത്തിലൊരു പ്രോഗ്രാം ഇപ്പൊ ചാർട്ട് ചെയ്തിട്ടുണ്ട്. ശരി ഉത്തരം പറയുകയാണെങ്കിൽ ഈ കേരളത്തിൽ എവിടെ വേണമെങ്കിലും ടൂറിന് പോവാം. കേരളത്തിൽ എവിടെ വേണമെങ്കിലും? ഓക്കെ. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ ആണല്ലോ? ഓക്കെയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ആദ്യത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. ഉറപ്പാണോ? ഉറപ്പ്. ഉറപ്പാണ്? ഉറപ്പ്. മാറ്റമില്ല? ഒരു മാറ്റമില്ല. ഓക്കെ ഓക്കെ. കുട്ടി പറഞ്ഞ ഉത്തരം വളരെ ശരിയാണ്. കൺഗ്രാജുലേഷൻ. കുട്ടി സമ്മാനം ലഭിച്ചിരിക്കുകയാണ് കുട്ടിക്ക്. അപ്പോ ഊട്ടിയിലേക്ക് പോകാൻ റെഡി ആയിക്കോളൂ. ഞാനും ആ വഴിയാണ് പോകുന്നത്. ഓക്കെ. അല്ല മോനെ, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു അല്ലേ? അവൻ പറഞ്ഞത് രാജീവ് ഗാന്ധി എന്നാണല്ലോ. അത് നേരാണല്ലോ. ചിലപ്പോ നമ്മുടെ അണ്ണാച്ചിക്ക് തെറ്റുപറ്റിയതായിരിക്കും. അത് ഒരു കണക്കിന് നന്നായി മുത്തശ്ശി. കാരണം എന്റെ പെങ്ങ കോസിന് ഊട്ടി പോകാനുള്ള സമ്മാനം കിട്ടിയല്ലോ. ഏതായാലും അവള് ഊട്ടി പോയിട്ട് വരട്ടെ, അപ്പോൾ അറിയാം അവക്ക് സമ്മാനം കിട്ടിയോ ഇല്ലയോ എന്നൊക്കെ.